അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, അസന്തുലിതാവസ്ഥ പ്രാദേശികമായ തരത്തിലുണ്ട് എന്നത് വസ്തുതയാണ്. ഇപ്പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടെങ്കിൽ പോലും ബുദ്ധിമുട്ടുകളുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. പക്ഷേ അത് ശാസ്ത്രീയമായാണോ അനുവദിക്കുന്നത് എന്ന ചോദ്യം LDF സർക്കാരിനെതിരെ തന്നെ ഉണ്ട്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശാസ്ത്രീയമായല്ല അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടെ ഉണ്ട് +2 സീറ്റുകളുടെ കാര്യത്തിൽ, ബാച്ചുകളുടെ കാര്യത്തിൽ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴത്തെ സർക്കാരും ശാസ്ത്രീയമായ തരത്തിലാണോ ഇക്കാര്യങ്ങൾ ആലോചിക്കുന്നത്? 148 പഞ്ചായത്തുകളിൽ +2 ഇല്ല, അതുകൊണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിക്കുക എന്ന ആദ്യ നിലപാടിൽ നിന്ന് എന്തായിരുന്നു പിന്നോട്ട് പോകാൻ കാരണം എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അത് നടപ്പാക്കുക എന്നതായിരുന്നില്ലേ ശാസ്ത്രീയമായും ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള മെച്ചപ്പെട്ട ഒരു തീരുമാനം എന്ന നിലക്കും? അത് ചെയ്താൽ പോരായിരുന്നോ? എന്തിനായിരുന്നു അതിൽ നിന്ന് പിന്നോട്ട് വന്നത്? അതിനെതിരെ ഉണ്ടായിരുന്ന കോടതി വിധിയെ അനുകൂലമായി മാറ്റിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ട് പോലും അക്കാര്യം നടപ്പാക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുകയില്ലേ നാട്ടുകാർ? അല്ല, ഈ അസന്തുലിതാവസ്ഥയും 148 സ്കൂളും കൂടി നമ്മൾ കൂട്ടി ഒന്നിച്ച് സംസാരിക്കാൻ കഴിയില്ല. കാരണം അതൊരു പൊതു ന്യായത്തിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം ഹയർ സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകളിൽ കൊടുക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഈ 148 ഞാൻ പറഞ്ഞല്ലോ, മഹാഭൂരിപക്ഷവും 100-ൽ പരം സ്കൂളുകൾ എറണാകുളത്തിന് തെക്കോട്ടാണ്. അപ്പോൾ അവിടെയാണ് സീറ്റ് വേക്കൻ്റായി കിടക്കുന്നു എന്നുള്ള ആക്ഷേപവും വരുന്നത്. പക്ഷേ അത് റീജിയണലായിട്ട്, പ്രാദേശികമായി, ഭൂമിശാസ്ത്രപരമായൊക്കെ അതിൻ്റെ ചിലപ്പോൾ ഒരു ഭാഗത്ത് ഒരുപാട് സീറ്റുകൾ ഒഴിവുണ്ടാകാം, വേറെ ഒരു താലൂക്കിൽ സീറ്റ് കിട്ടാത്തതുണ്ടാകാം. അപ്പോൾ ഒരു പൊതു മാനദണ്ഡം എന്നുള്ള രീതിയിലാണ് ഇല്ലാത്ത പഞ്ചായത്തുകളിൽ പഴയ കാലത്ത് നമ്മളൊരു പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു മുദ്രാവാക്യമായിരുന്നു. എന്നതുപോലെ പിന്നീട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാവുക എന്നുള്ളത് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ ആ രീതിയിൽ കൊടുക്കുകയും അതോടൊപ്പം തന്നെ എറണാകുളത്തിന് വടക്കോട്ട്, എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിലാണ് അസന്തുലിതാവസ്ഥ കാര്യമായിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ഈ ജില്ലകളിലാണ് കാര്യമായ അസന്തുലിതാവസ്ഥയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജില്ലകളിൽ അതിനനുസരിച്ച് നിലവിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ കൊടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ നിലവിലുള്ള ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി ആക്കി ഉയർത്തിക്കൊണ്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക, അങ്ങനെയുള്ളൊരു സമീപനമാണ് ഈ വിഷയത്തിലുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇനി വരാൻ പോകുമ്പോൾ ഈ 3 കാര്യവും പരിഗണിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമേ UDF സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയും. ഇവിടെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയൊക്കെ കാലത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അസന്തുലിതാവസ്ഥയും ഈ പ്രശ്നം ഉണ്ടായത് ഈ 3 കൊല്ലം കൊണ്ടും അല്ല, ഇത് കാലങ്ങളായിട്ടുള്ളതാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമം UDF എന്നും ശക്തമായി നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് കൊടുത്തതിൻ്റെ ഗുണം ഇപ്പോൾ ഇവിടെ അധ്യാപക സംഘടനയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, അന്ന് അനുവദിച്ച +2കളിൽ പലതിൻ്റെയും നിയമനങ്ങൾക്ക് അംഗീകാരം കൊടുത്തത് ഈ ഗവൺമെൻറ് വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലല്ല നമ്മളിതിനെ കാണേണ്ടത്. ഏതായിരുന്നാലും വടക്കൻ ജില്ലകളിലെ ഈ ഹയർ സെക്കൻഡറി പഠനരംഗത്തുള്ള പോരായ്മകൾ, അസന്തുലിതാവസ്ഥ, കുട്ടികൾക്ക് സീറ്റില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ ഈ പറഞ്ഞ രൂപത്തിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ടും ചില ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി ആക്കി ഉയർത്തിക്കൊണ്ടുമുള്ള ഒരു തീരുമാനമാണ് ഗവൺമെൻറ്റിൽ നിന്നുണ്ടാവേണ്ടത്. വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്നുള്ള നിലക്ക് ഞങ്ങളുടെ പാർട്ടിക്കും അതിൽ ശക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ തിരിച്ചു ഷംസുദ്ദീൻ, ചില കാര്യങ്ങൾ കൂടെ താങ്കളിൽ നിന്നും വിശദീകരണം ആവശ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീരാമകൃഷ്ണൻ, ഈ LDF സർക്കാരുകളുടെ കാലത്തടക്കം സ്വീകരിച്ച നയങ്ങൾ മികച്ചതായിരുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ, പ്രീ ഡിഗ്രി മാറി ഈ ഹയർ സെക്കൻഡറി സംവിധാനം വന്നിട്ട് ഇത്ര കാലമായിട്ടും എന്തുകൊണ്ട് ഈ എറണാകുളത്തിന് ഇങ്ങോട്ടുള്ള വടക്കൻ ജില്ലകളിലേക്കുള്ള അവളോടുള്ള അസന്തുലിതാവസ്ഥ, അതിനോടുള്ള അവഗണനകൾ ആവർത്തിക്കുന്നു എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അത് ശ്രീ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ പ്രസന്നകുമാർ സൂചിപ്പിച്ച കാര്യം നോക്കുമ്പോൾ ശാസ്ത്രീയമായ തോതിലല്ല അക്കാര്യങ്ങളിൽ LDF സർക്കാർ ഇടപെട്ടത് എന്നതുകൂടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാണ് എന്നത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെ ഏകപക്ഷീയമായൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ യുക്തിയില്ല. LDF ഗവൺമെന്റിന്റെ മുന്നിലുള്ള പ്രശ്നം അന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലുമുള്ള പ്രാദേശിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് എങ്ങനെ നടപ്പാക്കും? അങ്ങനെ നടപ്പാക്കുമെന്നതിന് ഒരു മോഡം ഓഫ് ഓപ്പറേഷൻ കണ്ടെത്തിയത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും +2 കൊടുക്കുക.
അതിന് ആ പഞ്ചായത്തിൽ സർക്കാർ ഹൈസ്കൂളുകൾ ഉണ്ടെങ്കിൽ ആ സർക്കാർ ഹൈസ്കൂളിൽ കൊടുത്തിരിക്കും. സർക്കാർ ഹൈസ്കൂളുകളുടെ അഭാവത്തിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് കൊടുക്കുക. അത് തന്നെ ബാച്ചുകൾ നൽകുന്ന സന്ദർഭത്തിൽ തൊട്ടടുത്ത സ്കൂളുകളുമായി താരതമ്യ പഠനത്തിന് വിധേയമാക്കിയിട്ട് പരിസര പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് 2 or 3 ബാച്ചുകളായിട്ട് വിവിധ കോഴ്സുകൾ പഠിക്കാൻ സൗകര്യമുള്ളതാകുന്ന നിലയിലാണ് നൽകിയത്. അതോടുകൂടി മലബാറിലെ പ്രശ്നങ്ങളാകെ പരിഹരിക്കപ്പെട്ടു എന്നല്ല, ഒരു പരിധിവരെ മലബാർ മേഖലയോടുണ്ടായിരുന്ന കടുത്ത അവഗണനയുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ അത് സാധിക്കപ്പെട്ടു. അതിന്റെ അടുത്ത ഘട്ടം ആവശ്യത്തിനുള്ള സീറ്റുകൾ പല മേഖലകളുമായിട്ട് നേരത്തെ ശ്രീ പ്രസന്നകുമാർ ശരിയായ രീതിയിൽ പറഞ്ഞതുപോലെ പല സ്ഥലത്തും ചിതറിക്കിടക്കുകയാണ്. ഇത് ഏകോപിപ്പിക്കുന്നതിനോ ശാസ്ത്രീയമായ പഠനം നടത്തുന്നതിനോ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യമുള്ള ബാച്ചുകൾ അനുവദിക്കുന്നതിനോ ഇച്ഛാശക്തിയോടുകൂടി ഈ ഗവൺമെന്റ് കഴിഞ്ഞ 3 വർഷവും തയ്യാറായില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. LDF ഗവൺമെന്റാണ് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകരുണ്ടായിരുന്നില്ല, അധ്യാപകർക്ക് അപ്രൂവൽ കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചത്. കഴിഞ്ഞ 98 ശേഷം അനുവദിക്കപ്പെട്ട കോഴ്സുകളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഒരു എയ്ഡഡ് കോളേജിലും അതിനുശേഷം എയ്ഡഡ് സ്കൂളുകളിലും അനധ്യാപകരുടെ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം തന്നെ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യം വരികയാണ്. ഇവിടെ സീറ്റുകളുടെ എണ്ണം പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്താണ്? എയ്ഡഡ് സ്കൂളുകളിൽ +2 കൊടുക്കുമോ, സർക്കാർ സ്കൂളുകളിൽ പരിഹരിക്കുമോ? മലബാർ മേഖലയ്ക്ക് എന്ത് പാക്കേജാണ് പ്രത്യേകമായി നിർവഹിക്കപ്പെടുന്നത്? മലബാറിൽ പുറത്തു നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പുവരുത്തുവാൻ ഈ ഗവൺമെന്റിന് മുന്നിലുള്ള പദ്ധതി എന്താണ്? അതാണ് ഗവൺമെന്റ് വിശദമാക്കേണ്ടതും പ്രായോഗികമാക്കേണ്ടതും. അവിടെയാണ് ശ്രീ ഷംസുദ്ദീൻ, എന്താണ് പ്രായോഗികമായി ഉള്ള നിർദ്ദേശങ്ങൾ, പദ്ധതികൾ എന്നത് സംബന്ധിച്ച് ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല ഈ സർക്കാരിന് എന്നത് തന്നെയാണ് കോടതിയുടെ വിമർശനത്തിലൂടെ പോലും വ്യക്തമാകുന്നത്. ഈ ഇച്ഛാശക്തി കാണിച്ചില്ല എന്ന വിമർശം ശ്രീ ശ്രീരാമകൃഷ്ണൻ ഉന്നയിക്കുന്നത് അവിടെയുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ പൂർണ്ണമായ പരിഹാരം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്നത് ഒരുപക്ഷെ ആവുകയില്ലായിരിക്കാം. പക്ഷേ മറ്റു കാര്യങ്ങളുണ്ടല്ലോ. ഈ സീറ്റുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് സാമുദായികമായിട്ടുള്ള താല്പര്യ കൂടുതലുകൾ, ചില പ്രാദേശികമായിട്ടുള്ള താല്പര്യ കൂടുതലുകൾ, ഒപ്പം ഇത് ഏതോ വിധത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ചിലർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനു പിന്നിൽ നടക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ ഈ സർക്കാരിനും ഭരണമുന്നണിയിലെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വകുപ്പിനും സാധിക്കാത്തത് എന്ന വിമർശനം കൂടെയുണ്ട്. അല്ല, ഇവിടെ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഈ രംഗത്ത് അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ തന്നെയാണ്. ഇവിടെ മലബാർ എന്ന് പറയുമ്പോൾ എറണാകുളത്ത് നിന്ന് വടക്കോട്ട് ഈ പ്രശ്നമുണ്ട്, തൃശ്ശൂരുണ്ട്, അതുപോലെ പാലക്കാടുണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറത്തും കോഴിക്കോടും വയനാടും കാസർഗോഡും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെച്ചിട്ടുള്ള ഈ രീതിയിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്നതും അതുപോലെ തന്നെ നിലവിലുള്ള ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി ആക്കി ഉയർത്തുന്നതും ഈ ഭാഗത്ത് തന്നെയാണ്, വടക്കൻ കേരളത്തിൽ തന്നെയാണ് കൂടുതൽ അത് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഇതെല്ലാം ചെയ്താൽ പോലും മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു പാക്കേജാണ്. എന്നിരുന്നാലും ആനുപാതികമായി ഇതിൽ കൂടുതൽ കോഴ്സുകളും സീറ്റുകളും അനുവദിക്കുന്നത് മലബാർ മേഖലയിലാണ്. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ച് ഈ പാക്കേജ് പൂർണ്ണമായി നടപ്പാക്കിയാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൽ ഗവൺമെൻറ് സ്കൂളാണുള്ളതെങ്കിൽ അതിന് തന്നെയാണ് പ്രയോറിറ്റി. അടിസ്ഥാന സൗകര്യങ്ങളെ കൂടി നമ്മൾ നോക്കണം. അതല്ലാത്തൊരു മാനേജ്മെൻറ്റിലേക്ക് പോകുമ്പോൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനാണ് മുൻഗണന. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ സാമുദായിക സംഘടനകളുടെ പേരിലുള്ള മാനേജ്മെൻറ്റുകളൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിലൊക്കെയുള്ള തർക്കങ്ങളും മറ്റും പരിഹരിച്ചു പോകുക എന്നുള്ളത് UDF-നായാലും LDF-ൻ്റെ കാലത്തായാലും അതൊന്നും അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ല. അത്തരം പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ പരിഹരിച്ചു കൊണ്ടാണെങ്കിലും ഇവിടെ ഏത് സമുദായത്തിൻ്റെ പേരിലുള്ള സ്കൂളായിരുന്നാലും ശരി, ഞങ്ങളതിൽ കാണുന്നത് ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ 100 സീറ്റ് അനുവദിച്ചാൽ അതിൽ 80 സീറ്റും ആ പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്കുള്ളതാണ്. അതിൽ തർക്കമില്ല. 20 സീറ്റ് മാനേജർക്ക് നിയമിക്കാം, അവിടുത്തെ അധ്യാപകനെ നിയമിക്കാം. അതിലൊക്കെ ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായ ആരോപണങ്ങളും കോഴയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്നേക്കാം. പക്ഷേ അത് പരമാവധി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം. എന്നിരുന്നാലും വേറെ ഗവൺമെൻറ് സ്കൂളില്ലെങ്കിൽ നമ്മളൊരു മാനേജ്മെൻറ്റ് സ്കൂളിന് സീറ്റുകൾ അനുവദിച്ചാൽ അതിൻ്റെ 80% സീറ്റും മെറിറ്റ് അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 1300-ഓളം സ്കൂളുകളിൽ പകുതിയേ ഗവൺമെൻറ് ഉള്ളൂ. പകുതി
മാനേജ്മെൻറ്റുമാണ്. അപ്പോൾ മാനേജ്മെൻറ്റുകളെ മാറ്റി നിർത്തിക്കൊണ്ട് പകുതി സ്കൂളുകളിൽ കൊടുത്ത് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അതിന് പ്രാദേശിക അസന്തുലിത അവസ്ഥയും ഈ കാര്യത്തിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു പാക്കേജ് തന്നെയാണ് മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്ക അവസ്ഥയ്ക്ക് ആനുപാതികമായി വലിയ തോതിലുള്ള അന്തരം കുറച്ചു കൊണ്ടുവരാൻ തന്നെയാണ് ഈ തീരുമാനങ്ങൾ വഴി സാധിക്കുക. ആ തീരുമാനം നടപ്പാക്കാനാണ് മുസ്ലിം ലീഗ് പാർട്ടിയും വിദ്യാഭ്യാസ വകുപ്പും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ പ്രസന്നകുമാർ, വിദ്യാഭ്യാസ വകുപ്പിനും മുസ്ലിം ലീഗ് പാർട്ടിക്കും ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. പക്ഷേ ആ നിലപാടുകൾ നടപ്പാക്കിയെടുക്കാൻ പ്രയാസം നേരിടുന്നു. അത് ഭരണതലത്തിൽ ഉള്ള തടസ്സപ്പെടുത്തലുകൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ പറയുന്നതെല്ലാം വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണെങ്കിൽ, ഈ ആവശ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകാത്തത്? അതിൽ ഈ ഒരു വിഷയത്തിൽ പോലും എടുത്ത നിലപാട് 148 പഞ്ചായത്തുകൾക്ക് ഹയർ സെക്കൻഡറികൾ അനുവദിക്കുക എന്ന നിലപാട് സ്വീകരിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് പിന്നോട്ട് പോയത്? അത് നടപ്പാക്കാൻ നോക്കൂ എന്ന് കോടതിക്ക് ഇടപെട്ട് പറയേണ്ടും വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആരുടെ വീഴ്ച കൊണ്ടാണ്? എനിക്ക് ഈ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ വ്യക്തതയോടുകൂടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ MLA-മാർ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഇല്ലാത്ത പഞ്ചായത്തുകൾക്ക് ഹയർ സെക്കൻഡറി അനുവദിക്കുക എന്നത് തന്നെ സാങ്കേതികമായി തെറ്റാണ് എന്നതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഈ ഇല്ലാത്ത പഞ്ചായത്ത് എന്ന് പറയുന്നത് സാങ്കേതികമായ ഒരു പദമാണ്. ഒരു റോഡിൻ്റെയോ തോടിൻ്റെയോ അടിസ്ഥാനത്തിൽ ഈ ഒരു പഞ്ചായത്തിൽ +2 സ്കൂൾ ഇല്ല എങ്കിൽ തൊട്ട് ചേർന്ന് കിടക്കുന്ന അടുത്ത പഞ്ചായത്തിൽ 4ഉം 5ഉം +2 സ്കൂളുകൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ 148 സ്കൂളുകൾ +2 ഇല്ല എന്ന് പറയുന്നു. അതിൽ 25 കുട്ടികളിൽ താഴെയുള്ള 23 സ്കൂളുണ്ട്. 40 പഞ്ചായത്തുകളിൽ 75 സ്കൂളുകളിൽ VHSE ഉണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ 2011-12 അധ്യയന വർഷത്തിൽ 35,962 സീറ്റ് ഒഴിഞ്ഞു കിടന്നു. 2012-13 50,679 സീറ്റ് ഒഴിഞ്ഞു കിടന്നു. 2013-14 25,185 സീറ്റ് ഒഴിഞ്ഞു കിടന്നു. എങ്കിലും ഈ ഒഴിഞ്ഞു കിടക്കുമ്പോൾ തന്നെ ഇപ്പോൾ പ്രധാനമായി എടുത്തു സൂചിപ്പിക്കപ്പെട്ടത് മലബാർ മേഖല 2 ജില്ലകളിൽ പ്രധാന കാര്യം പറയപ്പെടുമ്പോൾ നമ്മൾ കോഴിക്കോട്, മലപ്പുറം ഇക്കഴിഞ്ഞ പ്രാവശ്യം SLC ജയിച്ച കുട്ടികളുടെ 43,959 അവിടെ ഇപ്പോൾ നിലവിലുള്ള സീറ്റ് 30,622 മാർജിനൽ ഇൻക്രിമെൻറ്റ് 20% കുറച്ചാൽ. അതുപോലെ മലപ്പുറത്ത് 73,746 കുട്ടികൾ SLC ജയിച്ചു. 45,886 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഈ 2 ജില്ലകളിൽ ഒഴിച്ചാൽ ഒരു കാര്യം കൂടി ഓർമ്മ, മലപ്പുറത്ത് ഉൾപ്പെടെയുള്ളത് നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ സീറ്റ് ഒഴിച്ചു കിടന്നു. പക്ഷേ ഈ അസന്തുലിതാവസ്ഥ കാര്യം പറയുമ്പോൾ ഈ 2 ജില്ലകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത പഞ്ചായത്തുകൾ ആരംഭിക്കുക എന്നുള്ളത് അതൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. പത്തനംതിട്ടയിൽ ഈ SLC ജയിച്ച കുട്ടികളുടെ എണ്ണം 12,700. ഇപ്പോൾ +2 സ്കൂളുകളിൽ ലഭ്യമായിട്ടുള്ളത് 13,508, അധികമാണ്. കോട്ടയം 22,729 കുട്ടികൾ SLC